ഒരു വൃക്ഷം നൽകുന്നത് പോലെ ജീവിച്ച് കാണിച്ചു കൊടുത്താലാണ് ശ്രീരാമചന്ദ്രൻ. പുണർദം നക്ഷത്രത്തിൽ നവമി തിഥിയിൽ ചൈത്രമാസത്തിൽ ജനിച്ച മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ ജീവിത സിദ്ധാന്തം കാലദേശങ്ങൾക്ക് അതീതമായി ഒരു മകൻ്റെ കടമ എന്താണ്, ഒരു ഭർത്താവിൻ്റെ കടമ എന്താണ്, ഒരു ജ്യേഷ്ഠൻ്റെ കടമ എന്താണ്, ഒരു അച്ഛൻ്റെ കടമ എന്താണ്, സർവോപരി താൻ ആ കൊട്ടാരത്തിലെ പ്രതിനിധിയായി ജീവിക്കുമ്പോൾ ചക്രവർത്തിയുടെ കടമ എന്താണ് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തതാണ്. അപ്പം ബാല്യകാലത്തെ സിദ്ധാന്തം, കൗമാരകാലത്തെ സിദ്ധാന്തം, യൗവനകാലത്തെ സിദ്ധാന്തമെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ചു കൊടുത്ത ആളായതുകൊണ്ടാണ് കലിസന്ധരണ ഉപനിഷത്തിൽ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് വിളിക്കാതെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയാറില്ല. ഭാഗവത ഹംസം വള്ളിയൂർ പൊന്നു തിരുമേനി തൃപ്പാദങ്ങളും പറയുമായിരുന്നു, രാമ എന്ന് പറയുമ്പോൾ ഒരു രാമൻ മാത്രമല്ല, പരശുരാമനും ശ്രീരാമനും ബലരാമനും, ആ മൂന്ന് സിദ്ധാന്തങ്ങളെയും ക്രോഡീകരിക്കാൻ ഒരു ശ്രീരാമചന്ദ്രൻ മണി. വെറും രാമനായി പിറന്ന ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായ രാമൻ തൻ്റെ ഈശ്വരീയ കർത്തവ്യത്തെ വളരെയേറെ ധിക്കാരത്തോടും അഹന്തയോടും കാട്ടിക്കൊടുത്തപ്പോൾ ആ പരശുരാമൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചൊല്ലിനും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളത് മഹാമതി എന്ന് ചോദിക്കുന്ന കൗസല്യയുടെയും ദശരഥൻ്റെയും മകനായി മാറി. അപ്പുറത്ത് രോഹിണിയുടെയും അതേപോലെ നന്ദഗോപരുടെയും മകനായി ബലരാമസ്വാമി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനായി വളർന്നപ്പോൾ ത്രേതായുഗത്തിൽ ഇതേ ജ്യേഷ്ഠൻ അനിയൻ അനന്തനായി ലക്ഷ്മണനായി. ഇതേ ശ്രീകൃഷ്ണൻ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനായി വരികയും ആ ശ്രീരാമചന്ദ്രൻ്റെ ജീവിത സിദ്ധാന്തത്തിൽ അന്ന് അന്യൻ വിളിച്ച പേര്, രാമ എന്ന് ജ്യേഷ്ഠനെ വിളിച്ച പേര്, ശ്രീരാമ അവതാരത്തിൽ ശ്രീകൃഷ്ണനായി നിന്നുകൊണ്ട് അതേ അനന്തനെ രണ്ടക്ഷരവും കൂടി ചേർത്ത് ബലരാമ എന്ന് വിളിച്ച് നമുക്ക് കാണിച്ചു. അച്ഛനെന്തുള്ളിൽ ഇച്ഛ എന്നാൽ അതങ്ങിച്ഛ എന്നുറച്ചിടണം അമ്മയും എന്ന് കൗസല്യയെ ഉപദേശിച്ചു. അച്ഛൻ ദശരഥൻ പറഞ്ഞില്ല കാട്ടിൽ പോവാൻ, അച്ഛൻ്റെ ആഗ്രഹം അതാണെന്ന് അറിഞ്ഞ് ആ കർത്തവ്യം അനുഷ്ഠിക്കാൻ നിശ്ചയിച്ച ശ്രീരാമചന്ദ്രൻ്റെ യൗവനകാലത്തെ മകൻ എന്ന സിദ്ധാന്തം, ഭർത്താവ് എന്ന സിദ്ധാന്തം, ജ്യേഷ്ഠൻ എന്ന സിദ്ധാന്തം കാലമെത്ര മാറിയാലും വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രചോദനമായാൽ അവർക്ക് കൊള്ളാം. ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സൂര്യനെ നോക്കി ആദിത്യ ഹൃദയം മന്ത്രം ജപിച്ചാലും ഉറക്കം കെടുത്താൻ രാവിലെ വന്ന് എന്ന് പ്രാഗിയാലും ശ്രീരാമചന്ദ്രന് വിഷയമില്ല, സൂര്യന് വിഷയമൊന്നുമില്ല. സൂര്യവംശത്തിൽ ജനിച്ച ശ്രീരാമചന്ദ്രൻ, ചന്ദ്രവംശത്തിൽ ജനിച്ച ശ്രീകൃഷ്ണ ഭഗവാനും നമുക്ക് കാട്ടിത്തന്ന ചില ജീവിത സിദ്ധാന്തങ്ങളെ പ്രായോഗികമാക്കാൻ കഴിയുന്നവന് അവൻ്റെ ജീവിതം സുന്ദരമാക്കാം. ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി മതിമറന്ന് മദാലസമായി ജീവിതം നയിക്കുകയല്ല മനുഷ്യൻ്റെ കർത്തവ്യം. കഷ്ടപ്പാടുകൾ സഹിച്ച് അപവാദങ്ങൾ കേട്ട് തൻ്റെ സ്വത്വത്തെ തിരിച്ചറിയാതെ റൗഘോഷൻ എന്ന ഭാഷയ്ക്കിലും ചിലർ കളിപ്പാവെന്ന് പറയുന്നാലും ആവോ നമുക്ക് തിരിയ എന്നുറച്ച് തിരുനാമങ്ങൾ ചൊല്ലായി നാരായണായ നമഃ എന്നാണ് പറയുന്നത്. ഈ ഒരു ജീവിത സിദ്ധാന്തത്തെ നീ നിന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയാൽ തിയറിക്ക് 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കിയിട്ട് പ്രാക്ടിക്കലിന് 100-ൽ 10 നേടിയാൽ വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശ്രീരാമ സിദ്ധാന്തത്തെ പ്രായോഗികമാക്കുന്ന ഒരു കുട്ടിക്ക്
അയോധ്യയിലെ ബാലരാമനായ ഒരു കുട്ടിക്ക് ആ സിദ്ധാന്തം അനുസരിച്ച് വളർന്നു വരുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അമ്മയും അച്ഛനുമാണ്. ഒരു കുട്ടിക്ക് ഇതറിയില്ല. കുട്ടി ജനിച്ച് വളർന്നതിന് കൃത്യമായ പ്രായത്തിൽ ക്ലാസ്സിൽ സ്കൂളിൽ കൊണ്ട് ചേർത്ത് അതിനെ ഹരിശ്രീ പഠിപ്പിച്ച് ABCD പഠിപ്പിച്ച് അത് വാക്കുകളാക്കി വാചകങ്ങളാക്കി വളർത്തേണ്ട ചുമതല കുട്ടിയുടേതല്ല, അമ്മയുടെ അച്ഛൻ്റെയാണ്. അയലത്തുകാരൻ്റെ പോലുമല്ല. ഒരു ഗുരുവിനെ കൊണ്ട് ഏൽപ്പിച്ച് ഈ കുഞ്ഞിന് വേണ്ടത് പഠിപ്പിച്ച് അവനെ ഭൗതികമായി വിജയിപ്പിക്കണേ എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ കുട്ടിക്ക് ആധ്യാത്മികമായ വിജയവും കൂടി അവൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ പ്രായോഗികമാക്കിയാലേ ഈ കുഞ്ഞിൻ്റെ ജീവിതം വലുതാകുമ്പോൾ ശ്രേഷ്ഠമാവൂ എന്ന് ചിന്തിക്കാനുള്ള ചുമതല മാതാപിതാക്കൾക്ക്. പ്രണവവേദത്തിലൂടെ ഇന്നത്തെ കാലത്ത് വെറുതെ സമയം കളയുന്ന ഒരു കാലത്ത് ഈ സിദ്ധാന്തത്തെ പ്രായോഗികമാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന നന്മ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധന്യത ആ കുടുംബത്തിലെ ബന്ധുക്കൾക്ക് മാത്രം അനുഭവിക്കാനല്ല, മറിച്ച് സമൂഹത്തിന് മാതൃകയാവാനാണെന്ന് ഈ ശ്രീരാമ സിദ്ധാന്തം എന്ന തത്വത്തിലൂടെ അതിനൊരു കാരണമാവുന്ന പ്രണവവേദം ചാനലിലൂടെ മനസ്സിലാക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അവനവൻ്റെ വീടുകളിലിരുന്നും പോകുന്ന സ്ഥലത്തും ഇരുന്ന് കണ്ടുപഠിക്കാനും അത് പ്രാക്ടിക്കലാക്കി